Hi all, welcome to Hanami Creations. ഒരു 2-3 ആഴ്ചയായില്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട്. നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡിൻ്റെ ഒക്കെ മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നത്. പക്ഷേ ആ ലാൻഡ് സ്ലൈഡും പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഡിലേ ആയത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ജപ്പാനിലൊരു മെഗാ എർത്ത് വാർണിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ന്യൂസ് പേപ്പറിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ടൈഫൂൺ വന്നു. ഇനി വേറൊരു ടൈഫൂൺ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ നാച്ചുറൽ കലാമിറ്റീസിൻ്റെ വാർണിങ്ങും കാര്യങ്ങളൊക്കെ കാരണം നമ്മളും ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ലേറ്റ് ആയത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ വല്ല കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകാൻ തോന്നുന്നുണ്ടാവും അല്ലേ. കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകല്ല, പക്ഷെ ഞാൻ കുറച്ച് ബിസി കുക്കിങ്ങിലാണ് കേട്ടോ. ഇന്ന് ജൂലൈ 27 സാറ്റർഡേ ആണ്. നാളെ ജൂലൈ 28 സൺഡേ. നാളെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അവന് 2 വയസ്സാകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ വീട്ടിലോട്ട് 2 പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരല്ല, 2 ഫാമിലീനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫാമിലി നിങ്ങൾക്ക് നല്ല പരിചയമുള്ള 2 പേരാണ്, ദിവ്യ, പ്രശാന്ത്. നമ്മുടെ ട്രിപ്പിനകത്തൊക്കെ യൂഷ്വലി കാണുന്ന 2 പേരാണ്. ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ 2 പേരെയാണ് 2 ഫാമിലിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങും പ്രിപ്പറേഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സദ്യയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം നോൺ വെജ് വേണ്ടതെന്ന് വെച്ചിട്ട് ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പം ബീഫ് ഞാൻ ജസ്റ്റ് ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് പുരട്ടിയിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബീഫ് റോസ്റ്റ് ചെയ്യണം. ബാക്കി നമ്മുടെ നോർമൽ സദ്യ വിഭവങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. വായോ. ബീഫ് റോസ്റ്റ് വെക്കുമെന്ന് പറഞ്ഞില്ല, അതിനാണ് കേട്ടോ ഇത്രയും ഓണിയൻ ചെയ്യുന്നത്. ഇന്നുണ്ടാക്കിയാൽ കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഇന്നുണ്ടാക്കി വെച്ചിട്ട് ബാക്കി നാളെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റായി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഓക്കെ. അപ്പോൾ ഈ സ്റ്റൗ നിർത്തുവാണ്. ഇനി ഇവിടെ ഓലന് മെരിശ്ശേരിക്കും വേണ്ടിയിട്ട് വൻപയർ വെച്ചിട്ടുണ്ട്. ഇന്ന് കഴിക്കാനുള്ള അരി ഇട്ടിട്ടുണ്ട് ചോറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യട്ടെ. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ നഗാനോയിൽ കാമിക്കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പോയൊരു വീഡിയോ ആയിരുന്നല്ലോ. അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ലാത്തവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയത് ആക്ച്വലി മോൻ്റെ ബർത്ത്ഡേ ജൂലൈ 28, അതായത് നാളെയും പിന്നെ മോളുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 12 ആണ്. അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാം, കുറച്ച് ബർത്ത്ഡേ ഫോട്ടോഷൂട്ടൊക്കെ ആവാം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അവിടെ നല്ല സീനിക് ആയിട്ടുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ അതിനാണ് അവിടെ പോയത്. പക്ഷേ ഫസ്റ്റ് ഡേ കോളായതൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ സെക്കൻഡ് ഡേ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ്. സെക്കൻഡ് ഡേ മഴ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പോകാൻ പറ്റുമോയെന്നറിയില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റുമോയെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാതെ ഞങ്ങൾ സ്റ്റേ ചെയ്ത വീട്ടിൽ അവിടെ അടുത്ത് പോയിട്ട് നമ്മൾ കേക്കൊക്കെ മേടിച്ച് സ്റ്റേ ചെയ്ത വീട്ടിൽ 2 പേരുടെയും ബർത്ത്ഡേ ജസ്റ്റ് നമ്മൾ ഡെക്കറേഷൻ സാധനങ്ങളും എല്ലാം മേടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായി. ജസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് അത്ര തന്നെ, ജസ്റ്റ് ഫോട്ടോ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടോ. അവരുടെ ഒരു മെമ്മറി ആണല്ലോ അത്. മേ ബി ഇപ്പോൾ മോനൊന്നും ഇപ്പോൾ ഓർക്കില്ലെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ അവരത് ആ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് അവരുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം ഞങ്ങൾ വെളിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചത് നടന്നില്ല, പക്ഷെ നമ്മൾ വീട്ടിലാണ് ചെയ്തത്. അപ്പം ഞാൻ ഈ സാമ്പാറും അവിയലും ഒക്കെ കട്ട് ചെയ്ത് അതൊക്കെ റെഡി ആക്കുമ്പോഴത്തേനും നിങ്ങൾ ഓടിപ്പോയി ആ വീഡിയോ കണ്ടിട്ട് ഓടി വായോ. ഇങ്ങനെ You won't be there in the video. Yeah, little bit up. Then cut. Happy to you, happy birthday to you. Okay. Happy birthday to you. Happy birthday, Hansel. I already know the title. I don't know what baby. I already know the taste. Photo എടുക്കൂ. കേക്ക് കൊടുക്കുന്ന ഫോട്ടോ എടുക്കൂ. ഫോൺ.
ക്യാമറയിൽ കണ്ടോ? ഓക്കെ, വൺ മോർ ടൈം. കിട്ടിയോ? നിങ്ങൾ വീഡിയോ കണ്ടു വന്നപ്പോഴത്തേനും ഇവിടെ എൻ്റെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് കടുക് താളിച്ച് ഇട്ടാൽ മതി. പിന്നെ ഇവിടെ അവിയൽ റെഡിയായി, അതൊക്കെ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റണം. പിന്നെ ഇവിടെ എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള മത്തങ്ങ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് വെന്തു. ഇനി ഈ സാമ്പാർ കടുക് താളിച്ചിട്ട് അത് വേറൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് എരിശ്ശേരിക്കുള്ള വൻപയർ ഇതിനകത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്ത് അത് ചെയ്യാനുണ്ട്. പിന്നെ ഈ അവിയലും ഒരു സെർവിങ് ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് അതിനകത്തോട്ട് ഇനി ബീട്രൂട്ട് തോരൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പരിപാടികളൊക്കെ ഇനി അടുത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം ഒന്ന് സെറ്റാവും. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ സമയം 10 മണിയായിട്ടോ. ഇന്നാണ് മോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേന് എണീറ്റ് ബീട്രൂട്ട് പച്ചടി, പിന്നെ വെണ്ടയ്ക്ക കിച്ചടി, പിന്നെ എന്താണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി, പിന്നെ പായസം, പിന്നെ ഓലൻ, ഇത്ര സാധനം വെച്ചു. ഇനി ചോറ് വെക്കാനുണ്ട്. പിന്നെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ ഇന്നലെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ട് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ എയർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ഡെക്കറേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം പിള്ളേരെ എഴുന്നേൽപ്പിച്ചിട്ട് പോയി കുളിക്കാൻ. പിന്നെ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയും ചെയ്യണം. അപ്പോൾ ആദ്യം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കട്ടെ കേട്ടോ. പിന്നെ എല്ലാം ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ എല്ലാം ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം കൂടെ വീഡിയോ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു പണി എൻ്റെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കി പരിപാടിയിലേക്ക് പോവാം. താങ്ക് യു. അതൊക്കെ അവിടെ ഇവിടെ ഒട്ടിക്കാനാവും പറഞ്ഞത്. ചോറ് വെക്കാനുണ്ട്. വരുന്നവരോട് എല്ലാവരോടും ഓരോ പാക്കറ്റിൽ ചോറ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞല്ലോ. നല്ല പരിപാടി ആയിരിക്കും. അല്ലെങ്കിലും കഴിക്കാൻ വരുന്നവർ കൊണ്ടുവരട്ടെ, അതല്ലേ ഹീറോയിസം. ആ പറ്റിയ സാധനം. എന്നിട്ട് അവിടെ പോയിട്ട് അവളുടെ തലക്കടിക്കാനല്ലേ. അയ്യോടാ പാവുണ്ട്. ബർത്ത്ഡേ ആയിട്ട് എന്നെ കരയിപ്പിച്ചു. മോൻ ഇത് വെച്ച് തലക്കടിക്കണോ? ആരെ അടിക്കണ്ടേ? അയ്യോ, ആലപ്പുഴക്കാരൻ മൂത്തയാന ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ചുറ്റിക മാത്രം മതി. തുറന്നു വന്ന അതൊക്കെ ഉണ്ടായില്ലേ? അവൻ എന്തൊക്കെയോ പറയുന്നു. ഹൻസുപ്പി ഇതാണ് കേട്ടോ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത അടുത്ത ഫാമിലി. നീലൻ ചേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഉദയരാജും വൈഫ് ആശയും പിന്നെ അവരുടെ ഒരു റിലേറ്റീവ് പ്രിൻസുമാണ് കൂടെ ഉള്ളത്. നമ്മളിൽ പലരുടെയും ലൈഫിൽ ചില ആൾക്കാർ കാണും, അവരുമായിട്ട് ഒരു ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ ഡെയിലി ഫോൺ കോളോ മീറ്റ് ചെയ്യലോ അങ്ങനെ ഒന്നുമില്ലെങ്കിലും നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അവരെന്നും ഒപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ അവർ കാണും എന്നുള്ളൊരു വിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെ ഒരാളാണ് കേട്ടോ ഞങ്ങൾക്ക് നീലൻ ചേട്ടനും ഫാമിലിയും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പലർക്കും ഇങ്ങനൊരു സുഹൃത്തോ അല്ലെങ്കിൽ ഇങ്ങനൊരു റിലേഷനോ കാണുമായിരിക്കും അല്ലേ. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം വിളിച്ച് ചോദിക്കുന്ന 2-3 പേരിൽ ഒരാളാണ് നീലൻ ചേട്ടൻ. നമ്മുടെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് ഒരു നേട്ടങ്ങളും ഇവർക്ക് കിട്ടാനില്ലെന്ന് ഇവർക്ക് ഉറപ്പുണ്ടായിട്ടും നമ്മുടെ കൂടെ നമ്മളെ ഒപ്പം ചേർത്ത് പിടിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ.
നമ്മൾ ജീവിതത്തിൽ ഏത് സ്ഥാനത്തെത്തിയാലും നമ്മുടെ കയ്യിൽ എത്ര പൈസ വന്നു ചേർന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളായിരിക്കും നമ്മുടെ ആകെയുള്ള മുതൽക്കൂട്ട്. അതെന്നും അതുപോലെ നിലനിർത്താനും സൂക്ഷിക്കാനും നമ്മൾ പഠിക്കണം. കയ്യിൽ പിടിച്ചിട്ട് Happy birthday dear Hansel, happy birthday to you, may God bless you, കഴിക്കാൻ വഴിയുണ്ടോ? പരിപ്പ് പായസം, പപ്പടം, ചോറ്, വെളുത്തുള്ളി അച്ചാറ്, ഓലൻ, അവിയൽ, ബീട്രൂട്ട് തോരൻ, വെണ്ടയ്ക്ക കിച്ചടി, എരിശ്ശേരി, ചിക്കൻ കബാബ്, ഇഞ്ചിപ്പുളി, പൈനാപ്പിൾ പച്ചടി, പുളിശ്ശേരി, അച്ചിങ്ങയും കായും മെഴുക്ക് വരട്ടി, ബീൻസ് തോരൻ, സാമ്പാർ, ബീട്രൂട്ട് പച്ചടി, ബീഫ് റോസ്റ്റ്. നമ്മൾ സദ്യ ഒരുക്കിയെങ്കിലും ഞങ്ങളുടെ ഹാളിൻ്റെ സ്ഥലപരിമിതി മൂലം ഞങ്ങൾ ബൊഫേ സിസ്റ്റമാണ് കേട്ടോ ആക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വാഴയില നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടാറില്ല. അപ്പോൾ വാഴയില കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഒരു ഫുൾ വാഴയിലയുടെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റിയത്. പിന്നീട് ഞാൻ 2 പ്രാവശ്യം അവിടെ പോയെങ്കിലും പിന്നെ അവിടെ വാഴയില ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഞാൻ മേടിക്കുകയും ചെയ്തു. അതുകൊണ്ട് വാഴയില ചെറുതായതുകൊണ്ട് ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വാഴയില മുറിച്ച് എല്ലാവർക്കും വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ ട്രഡീഷൻ വിടാനും പാടില്ല, എങ്കിലും നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ ആക്കുകയും ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞ് നീലഞ്ചേട്ടൻ്റെ ഫാമിലിയൊക്കെ പോയി കേട്ടോ. എല്ലാവർക്കും എല്ലാ ഫുഡും ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. അതിൽ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബ്രദർ നാട്ടിൽ നിന്ന് മോന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് വന്നിട്ട് കുറച്ച് നാളായെങ്കിലും ഞങ്ങൾ അവനെ കാണിക്കാതെ ഇതെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് എടുത്തിട്ട് അത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് അൺബോക്സ് ചെയ്ത് അവൻ്റെ റിയാക്ഷനൂടെ കണ്ട് അതിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത് പഠിക്കാൻ മാത്രമുള്ളതാണ്. ഇത് ഇതിനുള്ളതാണ്. അങ്ങനെ ഫൈനലി അത് ശരിയായി കേട്ടോ. എന്തോ ഒരു സിമ്പിൾ ടെക്നിക്കേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ മെനക്കെട്ടു. അവനത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം എൻ്റെ മോൾക്കൊരു സ്കൂട്ടർ ഓൾറെഡി ഉണ്ട്. നമ്മൾ വെളിയിൽ പോകുമ്പോൾ ആ സ്കൂട്ടറിന് വേണ്ടി അവൻ എപ്പോഴും വാശി പിടിക്കുമായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് അവൻ എന്താണ് ഗിഫ്റ്റ് വേണ്ടത്, അവൻ എന്താ ഇഷ്ടം എന്ന് ചോദിച്ച് നമ്മൾ പറഞ്ഞൊരു ഓപ്ഷനാണ് അവർ സെലക്ട് ചെയ്ത് അവന് വേണ്ടി അയച്ചു തന്നത് കേട്ടോ. ഉടനെ തന്നെ നമ്മൾ അവരെ കോൾ ചെയ്ത് അവൻ ഈ സാധനം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളത് നമ്മൾ അവരെ കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവരും ഭയങ്കര ഹാപ്പിയായി. എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. തുടർന്ന് ഞങ്ങളുടെ വീഡിയോകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി ഇതുപോലെയുള്ള ജപ്പാൻ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.